മരുന്നുകൾക്കിനി അമിതവില നൽകേണ്ട. പാഞ്ഞാൾ പഞ്ചായത്ത് ഓഫീസിന് മുൻവശത്തുള്ള ന്യൂ നന്മ മെഡിക്കൽസിൽ ഇംഗ്ലീഷ് മരുന്നുകൾക്ക് 50% വരെ വിലക്കുറവ്. ബ്രാൻഡഡ് മരുന്നുകൾക്ക് 10 മുതൽ 15% വരെ കിഴിവ് വേറെയുമുണ്ട്. പ്രശസ്ത ആയുർവേദ അലോപ്പതി വിദഗ്ധൻ ഡോക്ടർ കൃഷ്ണാനന്ദ് BAMS MBBS എല്ലാ ദിവസവും വൈകിട്ട് 3 മണി മുതൽ 5 മണി വരെ ഇവിടെ പരിശോധിക്കുന്നു. ന്യൂ നന്മ മെഡിക്കൽസിലെത്തുക. ചേലക്കരയിലെ തൂലിക പ്രസിലുണ്ടായ തീപിടുത്തത്തിന്റെ പശ്ചാത്തലത്തിൽ മേഖലയിൽ അടിയന്തരമായി ഫയർ സ്റ്റേഷൻ അനുവദിക്കണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് T. ഗോപാലകൃഷ്ണൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ചേലക്കര മേഖലയിൽ ആവർത്തിച്ചുണ്ടാകുന്ന തീപിടുത്തങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇവിടെ അടിയന്തരമായി ഒരു ഫയർ സ്റ്റേഷൻ അനുവദിക്കണമെന്ന് ചേലക്കര പഞ്ചായത്ത് പ്രസിഡന്റ് T. ഗോപാലകൃഷ്ണൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ഇന്ന് രാവിലെ ചേലക്കരയിലെ സരസ് എന്ന കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന തൂലിക പ്രസ്സിലുണ്ടായ തീപിടുത്തത്തിന്റെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം ഈ ആവശ്യം ഉന്നയിച്ചത്. വടക്കാഞ്ചേരിയിൽ നിന്നും അഗ്നിരക്ഷാസേന എത്തുമ്പോഴേക്കും സമയമേറെ വൈകുന്നത് വലിയ നാശനഷ്ടങ്ങൾക്ക് കാരണമാകുന്നുണ്ടെന്നും ചേലക്കര കേന്ദ്രീകരിച്ച് ഒരു ഫയർ സ്റ്റേഷൻ വരുന്നത് ഇത്തരം അപകടങ്ങൾ തടയാൻ അത്യാവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. നമസ്കാരം. ഇന്ന് ചേലക്കര ഗ്രാമപഞ്ചായത്തിനകത്ത് സരസ് കോംപ്ലക്സിൽ തൂലിക എന്ന പ്രസ് കത്തിനശിക്കാൻ ഒരിട വന്നു. ഇത്തരത്തിലുള്ള അപകടങ്ങൾ വരുമ്പോൾ മാത്രമാണ് പലപ്പോഴും ജനങ്ങൾ ഇതിനെക്കുറിച്ച് ആലോചിക്കുന്നത്. എന്തു തന്നെയായാലും വളരെ അടിയന്തര പ്രാധാന്യത്തോടു കൂടി ചേലക്കര നിയോജകമണ്ഡലത്തിൽ ഫയർഫോഴ്സ് സ്റ്റേഷൻ ഇല്ലാത്തത് വലിയ ദുരന്തങ്ങൾക്ക് വഴി വയ്ക്കുന്നുണ്ട്. ആയതുകൊണ്ട് എത്രയും പെട്ടെന്ന് സർക്കാർ ഈ ഫയർഫോഴ്സ് ഇവിടെ ഒരു യൂണിറ്റ് തുടങ്ങാനുള്ള നടപടികൾ സ്വീകരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. വരും ദിവസങ്ങളിൽ കെട്ടിടമുടമകളെയും തദ്ദേശവാസികളെയും ഉൾപ്പെടുത്തി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വിപുലമായ അഗ്നി സുരക്ഷാ ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. അതുപോലെ തന്നെ ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുമായി ഞാൻ സംസാരിക്കുകയുണ്ടായി. ഇത്തരത്തിലുള്ള സത്യത്തിൽ ആ ഫയർഫോഴ്സ് വന്നപ്പോഴാണ് ഇവിടുത്തെ ജനങ്ങൾക്ക് അതിൻ്റെ ഒരു ബോധവൽക്കരണം ഉണ്ടായത്. അത് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. അത് ആ തീ പിടിച്ച വഴിക്ക് തന്നെ കെടുത്താനുള്ള എല്ലാവിധ സാമഗ്രികളും ഈ ബിൽഡിങ്ങിൽ ഉണ്ടായിരുന്നു. പക്ഷെ അത് പ്രയോജനപ്പെടുത്താനുള്ള ഒരു ബോധവൽക്കരണം അല്ലെങ്കിൽ ഒരു അവബോധം അവിടെ ഉണ്ടായിരുന്ന ആൾക്ക് ഉണ്ടായില്ല എന്നുള്ളതും ഒരു നഗ്നമായ സത്യമാണ്. ആയതുകൊണ്ട് ചേലക്കര ഗ്രാമപഞ്ചായത്ത് ഈ വ്യാപാരികളെയും അതുപോലെ തന്നെയുള്ള വലിയ ബിൽഡിങ്ങിന്റെ ആളുകളെയൊക്കെ വിളിച്ച് ഒരു ബോധവൽക്കരണ ക്ലാസ് ചേലക്കര ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കൊടുക്കുവാനും വേണ്ടി ആലോചിക്കുകയാണ്. അതും എത്രയും പെട്ടെന്ന് ചെയ്യുന്നതായിരിക്കും. ഇന്ന് രാവിലെ 9 മണിയോടെയുണ്ടായ തീപിടുത്തം അഗ്നിരക്ഷാ സേനയുടെയും നാട്ടുകാരുടെയും കൃത്യസമയത്തുള്ള ഇടപെടലിനെ തുടർന്നാണ് നിയന്ത്രണ വിധേയമാക്കിയത്. വടക്കാഞ്ചേരിയിൽ നിന്നുള്ള ഫയർഫോഴ്സ് എത്തുന്നതിനു മുൻപ് തന്നെ ചേലക്കര പോലീസ് സ്റ്റേഷനിലെ SI അരുൺ, GS CPO ഷനു PS, CPO അഖിൽ കൃഷ്ണൻ എന്നിവരും മാധ്യമപ്രവർത്തകൻ വിബിക്സ് ചേലക്കരയും മറ്റു നാട്ടുകാരും ചേർന്ന് ധീരമായ രീതിയിൽ രക്ഷാപ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു. പുക നിറഞ്ഞ കെട്ടിടത്തിനുള്ളിൽ സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തി പോലീസുകാരനായ ഷനൂപ് നടത്തിയ ഇടപെടൽ വലിയ ദുരന്തം ഒഴിവാക്കാൻ സഹായിച്ചു. തുടർന്ന് വടക്കാഞ്ചേരിയിൽ നിന്നും സ്റ്റേഷൻ ഓഫീസർ നിതീഷ് TK, SFRO ഷിബു, ഫയർമാൻമാരായ രാജേഷ് K, രഞ്ജിത്ത്, അജിത്, ഫൈസൽ, ഹോംഗാർഡ് നാരായണൻകുട്ടി, ഡ്രൈവർ മുസ്തഫ എന്നിവരടങ്ങുന്ന സംഘം എത്തിയാണ് തീ പൂർണ്ണമായും അണച്ചത്. സരസ് കെട്ടിടത്തിൽ ആവശ്യമായ അഗ്നി സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും അവയെങ്ങനെ പ്രവർത്തിക്കണമെന്ന് രക്ഷാപ്രവർത്തകർക്ക് അറിയാത്തത് ആദ്യഘട്ടത്തിൽ തിരിച്ചടിയായെന്ന് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. നമസ്കാരം. ഇപ്പോൾ നമ്മളെ ചേലക്കര തൂലിക എന്ന് പറഞ്ഞ പ്രസ്സിലൊരു തീപിടുത്തം ഉണ്ടായി. അപ്പോൾ വടക്കാഞ്ചേരിയിൽ നിന്ന് അഗ്നിരക്ഷാസേന എത്തിയാണ് തീ പൂർണ്ണമായി അണച്ചത്. അപ്പോൾ തീപിടുത്ത വിവരം കിട്ടിയ ഉടനെ തന്നെ ഇവിടെ കുടിയിരുന്നവർ അണയ്ക്കാൻ ശ്രമിച്ചിരുന്നു. അതുപോലെ തന്നെ ചേലക്കര പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് അവർ ബിൽഡിങ്ങിലുണ്ടായിരുന്ന ഹോസ്റ്റൽ ഉപയോഗിച്ച്, അതായത് ബിൽഡിങ്ങിൽ തന്നെ ഉണ്ടായിരുന്ന അഗ്നിരക്ഷാ മാർഗമാണ് ഡൗൺ കമ്മറുണ്ട്, അതിൻ്റെ ഭാഗമായിട്ടുള്ള ഹോസ്റ്റൽ ഉപയോഗിച്ച് തീ അണക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു. അത് നല്ലൊരു കാര്യമാണ്. പൊതുജനങ്ങൾക്ക് ഇതിനെപ്പറ്റി പൊതുവെ അവയർനെസ് കുറവാണ്. അത് ഈ ബിൽഡിങ്ങിൽ തന്നെ തീ അണക്കാനുള്ള സംവിധാനം ഉണ്ടായിരുന്നു. അപ്പോൾ അത് അണക്കാൻ തുടങ്ങിയിരുന്നെങ്കിൽ പൂർണ്ണമായിട്ട് അത് ചെയ്യാൻ പറ്റിയില്ല. അഗ്നിരക്ഷാസേന എത്തിയാണ് തീ അണച്ചത്. എല്ലാ ബിൽഡിങ്ങിലും ഇതുപോലുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നതും ചുരുങ്ങിയത് ഒരു ഫയർ എക്സ്റ്റിങ്വിഷർ എങ്കിലും വാങ്ങി സൂക്ഷിക്കണമെന്നാണ്
ഞങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ പറയാനുള്ളത്. അതുപോലെ തന്നെ മറ്റ് പരിശീലന പരിപാടികൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അറേഞ്ച് ചെയ്യാമെന്ന് ഞങ്ങളിവിടെ പറഞ്ഞിട്ടുണ്ട് ബന്ധപ്പെട്ട ആൾക്കാരുമായിട്ട്. ഈ ഒരു അവസരത്തിൽ വേനൽ ചൂട് കൂടി വരികയാണ്. ഈ ഒരു അവസരത്തിൽ എല്ലാവരും തന്നെ ബിൽഡിങ്ങുകളും മറ്റ് പറമ്പായാലും ഈ ഒരു വീക്ഷണത്തിൽ അഗ്നിരക്ഷാ വീക്ഷണത്തിൽ അതൊരു കൃത്യമായി ശ്രദ്ധിക്കണം. ചെറിയൊരു തീപ്പൊരിയിൽ നിന്നാണ് തുടക്കമെങ്കിലും അത് വലിയൊരു തീയായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. വേനൽക്കാലം കടുക്കുന്ന സാഹചര്യത്തിൽ എല്ലാവരും അഗ്നിസുരക്ഷാ കാര്യങ്ങളിൽ ജാഗ്രത പാലിക്കണമെന്നും കെട്ടിടങ്ങളിൽ ഫയർ എക്സ്റ്റിങ്ഷനുകൾ നിർബന്ധമായും സ്ഥാപിക്കണമെന്നും വടക്കാഞ്ചേരി ഫയർ സ്റ്റേഷൻ ഓഫീസർ നിതീഷ് ടി കെ അഭ്യർത്ഥിച്ചു. CCV ന്യൂസ് ചേലക്കര.